ഇംഗ്ലീഷ് തന്നെ ആക്കണോ? പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ ഞാൻ ഇതിന് പ്രസിഡന്റിന്റെ ഈ ഒരു പൊസിഷൻ ഏറ്റെടുത്തപ്പോ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാനൊരു പബ്ലിക് സ്പീക്കർ അല്ല. പിന്നെ ഇങ്ങനത്തെ ഒരു സദസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു 50 പേരുള്ള ഒരു മീറ്റിംഗിലേക്ക് എടുക്കുന്നതും. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ എത്ര തന്നെ അതിൽ ഞാൻ വായിക്കാൻ എനിക്ക് സ്പീഡ് ഉണ്ടെങ്കിലും എവിടെ ഞാൻ അത് പോസ് ചെയ്യണം, എവിടെ ഇന്റർനേഷൻ ഓരോ പിച്ചും ഇതിന്റെ ഒക്കെ വേരിയേഷനിൽ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ആളൊരു ട്യൂട്ടറെ എൻഗേജ് ചെയ്ത് തന്നു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കണ്ടീഷൻ ടൈമിംഗ് ഒന്നും എനിക്ക് പ്രശ്നമാണ്. എനിക്ക് കാലത്ത് 5:30 വരാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. ആളത് ഓക്കെ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ചലഞ്ച് അത് പാസ് ചെയ്ത്. പിന്നെ ആ 20 ദിവസത്തെ ക്ലാസ് വളരെ ക്ഷമയോടുകൂടി ആള് എവറി ഡേ 30 മിനിറ്റ്സ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ശരിക്കും ഞാൻ വായിക്കാനൊക്കെ എത്ര സ്പീഡ് ഉണ്ടെങ്കിലും എവിടെ എന്റെ ബ്ലൈൻഡ് സ്പോട്ടുകൾ, മിസ്സിംഗ് സ്പോട്ടുകൾ എവിടെയൊക്കെയാണെന്നുള്ളത് ആൾ എനിക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് തന്നു. താങ്ക്ഫുൾ, ഗ്രാറ്റിറ്റ്യൂഡ്.